അത് ഫീമെയിലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്കീസോഫ്രീനിയ ഉള്ള ഒരു ലേഡിയുടെ ഒരു സബ്ജക്റ്റാണ്. ഇതെല്ലാം വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. പിന്നെ ചില സിനിമകൾ നോക്കുമ്പോൾ ഞാൻ സ്ക്രീൻ സ്പേസ് നോക്കാറില്ല. ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രമായിരിക്കും. നമസ്കാരം, സിനിമാ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടുള്ള അതിഥി പ്രിയങ്ക നായരാണ്. പുതിയ സിനിമ കർണികയുടെ വിശേഷങ്ങളുമായി നമുക്ക് പ്രിയങ്കയിലോട് ചോദിക്കാം. നമസ്കാരം. 2016 ഇറങ്ങിയ പത്മകുമാർ സാറിൻ്റെ ജലം പോലെ ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രം, ആ രീതിയിലുള്ളൊരു കഥാപാത്രമാണോ? ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ തന്നെയാണ്, തീർച്ചയായിട്ടും സ്ട്രോങ്. ജലം വേറൊരു ജോണർ ഒരു സിനിമയാണ്, ഇത് വേറൊരു ജോണർ ഒരു സിനിമയും ക്യാരക്ടറുമാണ്. അപ്പോൾ പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ എപ്പോഴും ഈ സിനിമകൾ ചെയ്യാൻ. സിനിമകൾ ചെയ്യാൻ ഗ്യാപ്പില്ല. ഞാൻ ശരിക്കും കോവിഡിന്റെ മുന്നേ മുതൽ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തു. യെസ്, ഞാനിപ്പോൾ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഞാൻ ഒരു സിനിമ, ശരിക്കും 1 year ആയിട്ട് ഞാൻ സിനിമ ചെയ്യണം. അതെൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. കംപ്ലീറ്റ് അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. പക്ഷേ ഞാൻ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്നുണ്ട്. എൻ്റെ സിനിമകൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ അത് റിലീസ് ആവാൻ പലപ്പോഴും ടൈം പല സമയത്ത് റിലീസ് ആവാനായിട്ട് കുറേ അധികം സിനിമകളുണ്ട്. ഇപ്പോൾ ഇനി അടുത്തത് ഷൂട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഈ മാസം സ്റ്റാർട്ട് ചെയ്താൽ അതിങ്ങനെ അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ഷൂട്ടാണ്. അടുത്ത മാസം ഒരു ഫെബ്രുവരി മാർച്ച് വരെ അതിങ്ങനെ എൻ്റെ പല സിനിമകൾ ഇങ്ങനെ ഷൂട്ട് പോവാണ്. അപ്പം പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു പോണതാണ്. എനിക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു പ്രോസസ്സിലാണുള്ളത്. ഒന്നിൽ അഭിനയിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥ കേൾക്കായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ പടത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ബാക്ക് ടു ബാക്ക് ഇനി അടുത്തത് എൻ്റെതായിട്ട് കുറേ സിനിമകൾ, അതായത് റിലീസ് ആവാനുണ്ട്. എൻ്റെ അഭിനയിക്കാൻ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് കുറച്ചും കൂടി ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു സംവിധായകന്മാർ സിനിമകൾ ചെയ്യുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? അല്ല, എനിക്കതൊന്നും അത് പറയാൻ പറ്റാത്ത ഒരാളാണ്. കാര്യം എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ, കുറേ കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഭൂമി മലയാളം, ഇവൻ ജലം, വെയിൽ ആ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില സിനിമകൾ നോക്കുമ്പോൾ ഞാൻ സ്ക്രീൻ സ്പേസ് നോക്കാറില്ല. ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതുവരെ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രമായിരിക്കും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടം സ്വർഗമാണ്, വെളിപാടിന്റെ പുസ്തകം, അങ്ങനെ അതെല്ലാം. പിന്നെ കടുവയിലെ അതെ, ഇപ്പൊ ഹോം വന്നിട്ടുണ്ടായിരുന്നു. ഹോമിലെ പിന്നെ കുറേ സിനിമകളുണ്ട്. ഞാൻ ഇടയ്ക്കൊരു സിംഗിൾ ആക്ടർ ബൈലിംഗൽ മൂവി ചെയ്തിരുന്നു. ഒറ്റൊരു ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ റിലീസ് പല കാരണങ്ങൾ കൊണ്ട് അത് വൈകി പോകുന്നുണ്ട്. ആമുഖം എന്ന് പറഞ്ഞിട്ട്. അല്ല, അത് സിനിമയാണ്. തമിഴ് മലയാളം സിനിമയാണ്. പെൺകുടി എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം റിലീസാവാൻ പലപ്പോഴും അത് ഫീമെയിലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്കീസോഫ്രീനിയ ഉള്ള ഒരു ലേഡിയുടെ ഒരു സബ്ജക്റ്റാണ്. ഇതെല്ലാം വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തേക്കണം. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോണ സിനിമകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ശക്തമായ കഥാപാത്രങ്ങളാണ്, പലതരത്തിലുള്ള. പിന്നെ തമിഴിൽ തുടക്കം പശുപതി സാറിൻ്റെ കൂടെയാണ്. അതെ. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ കൂടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയണത് തന്നെ ആണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയണത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത് വളരെ സപ്പോർട്ടീവായിരുന്നു. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും അവരിൽ നിന്നൊക്കെ. നമ്മൾ സിനിമ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ലേണിംഗ് പ്രോസസ്സാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ അതൊരു പഠനത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. തമിഴാണോ മലയാളമാണോന്നില്ല, ലാംഗ്വേജ് ഏതാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു നേറ്റിവിറ്റിയിലുള്ള ഒരു വ്യത്യാസം, ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ള ഒരു പശ്ചാത്തലം, ഓരോ സ്ഥലം മാറുന്നതിനനുസരിച്ച് ക്യാരക്ടറിന്റെ പശ്ചാത്തലം അനുസരിച്ച് അവർ സംസാരിക്കുന്ന
ഭാഷയും അവരുടെ ബോഡി ലാംഗ്വേജും ഒക്കെ മാറും. അതിനനുസരിച്ച് കുറച്ച് ശരീരഭാഷയിൽ മൊത്തത്തിലുള്ളൊരു വ്യത്യാസം വരും എന്നുള്ളതിനപ്പുറത്തേക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക്. അപ്പോൾ ഈ കർണകയിലോട്ട് വരുമ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കർണികയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിൻ്റെ ഒരു ലുക്സ് സ്ഥിരം കാണുന്നതിൽ നിന്നും ഒന്ന് ചെറിയൊരു മാറ്റം, ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തതനുസരിച്ചിട്ടുള്ള എന്നെ സ്ഥിരം കാണുന്നതിൽ നിന്ന് മാറ്റിയിട്ടുള്ള ലുക്സിലേക്ക് പോയി. അത് മാത്രമാണ് നമുക്ക് മണിച്ചിത്താൻ്റെ ഒക്കെ ഒരു ഓർമ്മ ആ രീതിയിലോട്ട് നിങ്ങളെല്ലാരും പറയണുണ്ടല്ലോ അത് ആ രീതിയിലുള്ള ഒരു സാധനമാണോ എന്നറിയാമില്ല. അങ്ങനത്തെ ഒരു അല്ല അതൊരു എന്താ പറയാ, അത് ഓരോ സിനിമയും വ്യത്യസ്തമാണല്ലോ, ഓരോ സിനിമയും ഓരോ തരത്തിലുള്ളതാണ്. ഇപ്പൊ ഇത് കർണിക എന്ന് പറയുന്നത് അതിൻ്റെതായ വ്യത്യസ്തമായിട്ടുള്ള ഇതെങ്ങനെ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ 21 സിനിമ കാണൂലേ? ചോദ്യങ്ങൾ അല്ലെ ഈ ഒരു സിനിമയില് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ജോണറിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ പറയുമ്പോഴത്തേക്ക് തന്നെ അതിന്റെ ഒരു സസ്പെൻസ് എല്ലാം പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് റെസ്ട്രിക്ഷൻ. ഞാൻ ഡയറക്ടറെ അടുത്ത് ചോദിച്ചു ഞാൻ എന്താ പറയണ്ടേ, ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി. ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ, അല്ല ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഒരു സസ്പെൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പ്രാധാന്യം സംഗീതം. അതിന്റെ മ്യൂസിക് ഡയറക്ടർ അരുൺ തന്നെയാണ്, അതിന്റെ ഡയറക്ടർ തന്നെയാണ് അരുൺ. ഞാൻ അതേ കഥ കേൾക്കുമ്പോഴത്തേക്ക് എന്നെ അട്രാക്ട് ചെയ്ത കാര്യങ്ങളിലൊന്നും അതാണ് കേട്ടോ. പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ കുറവാണ്, പാട്ടുകൾ കുറവാണ് പല സിനിമകളിൽ. ആ കുറെ മനോഹരമായ കുറെ പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. കേട്ടിരുന്നോ? ഞാൻ കേട്ടിരുന്നു, അതിന്റെ ട്രെയിലറും കാര്യങ്ങളും കണ്ടിരുന്നു. എനിക്കതാ ഫീൽ ചെയ്തത്. മണിച്ചിത്താഴും ആ രീതിയിലേക്ക് ഒരു കുറച്ചും കൂടി ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കുറച്ച് കുടുംബ പശ്ചാത്തലവും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഇത്രയും നേരം നമ്മളോട് കർണിക എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ച പ്രിയങ്കൾക്കും അതുപോലെ അതിന്റെ അണിയറ പ്രവർത്തകർക്കും നന്ദി.